ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സിദ്ധാന്തമാണ്. പേര് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ രണ്ട് പേരെ കുറിച്ച് അവരുടെ സിദ്ധാന്തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ആരൊക്കെയായിരുന്നു? അതെ, പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തവും നമ്മുടെ തോണ്ടൈക്കിന്റെ ശ്രമ പരാജയ സിദ്ധാന്തവും നമ്മൾ പഠിച്ചല്ലേ. അതിന്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണുള്ള പുതിയ സിദ്ധാന്തം നമ്മുടെ BF സ്കിന്നറുടെ, മറ്റൊരു വ്യവഹാരവാദിയായ BF സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം കുറച്ചൊക്കെ നമ്മുടെ പാവ്ലോവിന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കേട്ടോ. അപ്പൊ അതായത് പാവ്ലോയുടെ സിദ്ധാന്തം അറിയാവുന്നവർക്ക് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തവും സിമ്പിൾ ആയിട്ട് തോന്നാം. ഓക്കെ, എന്താണ് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം? ആദ്യമായി പറയട്ടെ, അത് കൊണ്ടുവന്ന ആളുടെ പേര് BF സ്കിന്നർ എന്നാണ്. പഠിക്കുക. പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പ്രക്രിയ അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ക്രിയാനുബന്ധം അല്ലെങ്കിൽ ആർ ടൈപ്പ് സിദ്ധാന്തം അല്ലെങ്കിൽ ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്നൊക്കെ പറയും. ഇതിൽ ഈ സിദ്ധാന്തത്തിന് എന്തൊക്കെയാണ് പറയുന്നത്? പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ പ്രക്രിയ അനുബന്ധനം, ക്രിയാനുബന്ധനം, ആർ ടൈപ്പ് എന്നിങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ, അവിടെ പ്രവർത്തനത്തിനാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്, അതായത് റെസ്പോൺസ് ആണ് നടക്കുന്നത്. പ്രവർത്തനം മീൻസ് ഒരു കാര്യം ചെയ്യുക, അതായത് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. അപ്പൊ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത ഒരു തിയറമാണ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് നമ്മുടെ സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം. പ്രക്രിയ മീൻസ്, പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് അല്ലേ. പ്രക്രിയ, പ്രവർത്തനം, ക്രിയ, ആർ ടൈപ്പ്. ആർ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ? ആർ മീൻസ് റെസ്പോൺസ് ആണ്, അതായത് റെസ്പോൺസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. അപ്പം ഇതെല്ലാം ഈ പേരിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ BF സ്കിന്നർ എന്തിനാ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ? യെസ്, ഒരാളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രതികരണത്തിന് അല്ലെങ്കിൽ റെസ്പോൺസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഓക്കെ, അപ്പൊ നോക്കാം. ഈ BF സ്കിന്നർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ് കേട്ടോ. അപ്പൊ ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ്, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. ആര്? നമ്മുടെ BF സ്കിന്നർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വ്യവഹാരവാദിയാണ് കേട്ടോ. വ്യവഹാരവാദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് BF സ്കിന്നർ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ പഠിക്കാനുള്ളത് വെർബൽ ബിഹേവിയർ ആണ്. വെർബൽ ബിഹേവിയർ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ പെരുമാറ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കൃതികളാണ് ഇദ്ദേഹത്തിന്റെ കൃതികളെല്ലാം വരുന്നത്. അപ്പൊ ബിഹേവിയർ എന്ന് കാണുമ്പോൾ ഇപ്പൊ വെർബൽ ബിഹേവിയർ ആണെങ്കിലും ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം ആണെങ്കിലും സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആണെങ്കിലും ഫുൾ അദ്ദേഹം റെസ്പോൺസിന് അല്ലെങ്കിൽ പ്രതികരണത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവികളുടെ ബിഹേവിയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബിഹേവിയർ എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ വെർബൽ ബിഹേവിയർ അല്ലെങ്കിൽ ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ദ സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ ആരുടെ കൃതിയായിട്ട് വരും? നമ്മുടെ സ്കിന്നറുടെ കൃതിയായിട്ട് വരും. ഓക്കെ അല്ലേ. അപ്പൊ സ്കിന്നർ പഠിച്ചു, മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വ്യവഹാരവാദിയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ പ്രക്രിയ അനുബന്ധം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം? നമ്മൾ പഠിച്ചു, പാവ്ലോയുടെ സിദ്ധാന്തം പഠിച്ചല്ലേ. പാവ്ലോ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ പാവ്ലോയുടെ സിദ്ധാന്തം, പാവ്ലോ നായയിലാണ് പരീക്ഷണം നടത്തിയത്. അദ്ദേഹം എന്താ ചെയ്തേ? ഒരു ചോദകം കാണിച്ചു അല്ലെ. ചോദകം മീൻസ് സ്റ്റിമുലസ്. എന്തായിരുന്നു? ചിക്കൻ കാണിച്ചു. ചിക്കൻ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റെസ്പോണ്ട് ഉണ്ടാകും അല്ലേ. അതായത് സലൈവ സെക്രീറ്റ് ചെയ്യും. അത് ആദ്യമേ കാണിച്ച് നമ്മുടെ ചിക്കൻ കാണിച്ചപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ആ ചോദകത്തിന് ബദലായിട്ട് കിട്ടിയ പ്രതികരണമാണ്, റെസ്പോൺസ് ആണ് ഈ സലൈവ ഫോർമേഷൻ എന്ന് പറയുന്നത്. വെറുതെ സലൈവ ഫോം ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതിന് ആദ്യം സലൈവ അല്ലല്ലോ ഫോം ചെയ്തേ. ആദ്യം ചിക്കൻ കാണിച്ചു, സ്റ്റിമുലസ് കാണിച്ചു, സലൈവ ഫോം ചെയ്തു. അതൊരു SR ബന്ധമാണ്. അതിന് നമ്മൾ SR ബന്ധം എന്നല്ലെങ്കിൽ S ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയും. കാരണം കൂടുതലും സ്റ്റിമുലസിനാണ് അല്ലെങ്കിൽ ചോദകത്തിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്നാൽ അതിനു പകരം, അതായത് SR ബന്ധത്തിന് പകരം RS ബന്ധത്തിനും
RS ബന്ധത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ BF സ്കിന്നർ ആവിഷ്കരിച്ചത്. അതായത് പാവ്ലോ പറഞ്ഞു, ഒരു ചോദകം കൊടുക്കുമ്പോൾ മാത്രമേ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ, ഒരു ജീവജാലങ്ങളിൽ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. അവിടെ SR ബന്ധമാണ് നടക്കുന്നതെന്ന് പാവ്ലോ പറഞ്ഞു. എന്നാൽ സ്കിന്നർ പറഞ്ഞു അങ്ങനെയല്ല, ഒരു പ്രതികരണം ആദ്യം ഉണ്ടായിട്ട് അതിൻ്റെ ഫലമായിട്ട് ചോദകം കൊടുത്താലും മതി, അല്ലെങ്കിൽ പ്രതികരണം കഴിഞ്ഞിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചോദകം കൊടുത്താലും ആ ഒരു ബന്ധം ശക്തിപ്പെടും എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സ്കിന്നർ പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് അദ്ദേഹം ഒരു പരീക്ഷണത്തിലൂടെ തന്നെയാണ് വിശദീകരിച്ചത്. ഓക്കെ, പരീക്ഷണം എന്തായിരുന്നു? ഇദ്ദേഹം RS ബന്ധത്തിനും അതുപോലെ തന്നെ പ്രബലനം മീൻസ് റീഇൻഫോഴ്സ്മെന്റ്, മോട്ടിവേഷൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് വരാം, അതായത് അതൊക്കെ പ്രബലനത്തിൽ വരും. അപ്പോൾ പ്രബലനത്തിനും RS ബന്ധത്തിനുമാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ സ്കിന്നർ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പ്രബലനമാണ് കേട്ടോ. അതായത് പ്രബലനമാണ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത ഒരു സിദ്ധാന്തമായിരുന്നു, അല്ലെങ്കിൽ അത് കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്ന ഒരു സിദ്ധാന്തമായിരുന്നു നമ്മുടെ പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം. നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഫലം കിട്ടണ്ടേ? അപ്പോൾ എന്തെങ്കിലും ജോലി എടുത്താലും നമുക്ക് അതിനുള്ള പ്രബലനം അല്ലെങ്കിൽ റീഫോഴ്സ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പൈസ ആയിട്ടാണെങ്കിലും നമുക്ക് കിട്ടണമല്ലോ. സോ അദ്ദേഹത്തിന്റെ കേന്ദ്രബിന്ദു അത് തന്നെയായിരുന്നു. പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? പ്രബലനം കിട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു, നമ്മളൊരു റെസ്പോൺസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള അഭിലഷണീയമായ ഒരു പ്രതികരണം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചോദകം അതിനനുയോജ്യമായി അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു ചോദകം കൊടുക്കണം. ആ ചോദകം ഈ പ്രതികരണത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഡയലോഗ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിന്റെ പരീക്ഷണം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. അതുപോലെ അദ്ദേഹം ഒരു പ്രതികരണത്തിന്റെ ആവർത്തനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പ്രബലനം എന്നും പറഞ്ഞു. അപ്പോൾ ഈ 2 പോയിന്റ്സ് നമുക്ക് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന് ശേഷം ഒന്നും കൂടി ചർച്ച ചെയ്യാം. നമ്മുടെ പാവ്ലോ പട്ടിയിലും തോണ്ടേക്ക് പൂച്ചയിലുമാണ് പരീക്ഷണം നടത്തിയത്. ഇവിടെ സ്കിന്നർ അദ്ദേഹത്തിന്റെ പരീക്ഷണം നടത്തിയത് എന്തിലാണ്? എലിയിലാണ് സ്കിന്നർ അദ്ദേഹത്തിന്റെ പരീക്ഷണം നടത്തിയത്. എലിയിൽ മാത്രമല്ല, എലിയിലും പ്രാവിലുമാണ്. 2 ജീവജാലങ്ങളിൽ നമ്മുടെ സ്കിന്നർ പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ഒന്നാമതായി എലിയിൽ നടത്തിയ പരീക്ഷണം. ഇവിടെ നേരത്തെ പോലെ തന്നെയാണ്, സംഭവങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെയും വിശക്കുന്ന എലിയെ വിശക്കുന്ന എലിയെയും പ്രാവിനെയും ഒരു കൂട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ കൂട്ടിൽ ഓക്കെ, അപ്പോൾ സ്കിന്നർ വിശക്കുന്ന ഒരു എലിയെ ഒരു കൂട്ടിലകത്താക്കി. ഈ കൂട്ടിൽ ഒരു ലിവർ ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ പിക്ചറിൽ കാണാൻ പറ്റും ഒരു ലിവർ ഉണ്ട്. ആ ലിവറിൽ തട്ടുമ്പോൾ എലി ആ ലിവറിൽ തട്ടുമ്പോൾ എലിക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലാണ് ആ കൂടിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി എലിക്ക് അറിഞ്ഞൂടാ അതിൽ തട്ടുകയാണെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടെന്ന്. എലിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല ഫുഡ് വെച്ചേക്കുന്നത്. എലിക്ക് കണ്ടുകൂടെ ഫുഡുള്ള കേസ്. പക്ഷെ ബാക്കി 2 പരീക്ഷണങ്ങളിലും അവർക്ക് കാണാമായിരുന്നു അല്ലെ ഫുഡ്. ഇപ്പൊ പാവ്ലോയ്ക്കാണെങ്കിലും ചിക്കൻ കാണാമായിരുന്നു, അതുപോലെ പൂച്ചയ്ക്കായിരുന്നെങ്കിലും മീൻ കാണാമായിരുന്നു. അതായത് ചോദകം അവർക്ക് അവിടെ കാണാമായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് അവർ പ്രതികരിച്ചത്. എന്നാൽ സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ സ്കിന്നർ വെറുതെ ഒരു കൂട്ടിനകത്ത് ഒരു വിശക്കുന്ന എലിയെ വെച്ചു. എന്നിട്ട് അവിടെ ഒരു ലിവർ സെറ്റ് ചെയ്തു. അപ്പൊ എലി ചെയ്യുവാണ്? അവിടെ എവിടെയൊക്കെ ഓടി നടക്കുവാണ്, അവിടെ എവിടെയൊക്കെ തൊടുകയാണ്. അങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി എലി ആ ലിവറിൽ തട്ടുകയും എലിക്ക് ഫുഡ് വരികയും ചെയ്തു. ഓക്കെ, അപ്പൊ എലിക്ക് അറിയില്ല അതിൽ തൊടുകയാണെങ്കിൽ ഫുഡ് വരും, അല്ലെങ്കിൽ അതിനുള്ള ഭക്ഷണം കിട്ടുമെന്ന് എലിക്ക് അറിയില്ല. യാദൃശികമായി ആ ലിവറിൽ തട്ടുകയും എലിക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്തു. ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ ആദ്യം നടന്നത് റെസ്പോൺസ് അല്ലേ, അല്ലെങ്കിൽ എലി പ്രതികരിച്ചില്ലേ? എലി മിണ്ടാതിരിക്കുകയാണെങ്കിൽ എലിക്ക് ആ ചോദകമായിട്ടുള്ള ആഹാരം കിട്ടുമായിരുന്നോ? ഇല്ല. ഇവിടെ ആദ്യം എലി പ്രതികരിച്ചു, പ്രതികരണം ഉണ്ടായി, അതിന്റെ ഫലമായിട്ട് ചോദകം കിട്ടി. അതായത് അതിന്റെ ഫലമായിട്ട് എന്ത് കിട്ടി? എലിക്ക് ഭക്ഷണം കിട്ടി. അപ്പൊ എലിക്ക് അത് ഇഷ്ടപ്പെട്ടല്ലേ? അതൊരു പ്രബലനമല്ലേ? എലിക്ക് കിട്ടിയ ഒരു പ്രബലനമാണ്. അതായത് ഒരു മോട്ടിവേഷനായി, അല്ലെങ്കിൽ കൊള്ളാം ലിവറിൽ തട്ടുമ്പോൾ ഭക്ഷണം കിട്ടും എന്നുള്ള ആ ഒരു ആശയം എലിക്ക് കിട്ടിയപ്പോൾ എലിക്ക് വീണ്ടും ലിവറിൽ തട്ടാൻ തോന്നി അല്ലേ? അതായത് വീണ്ടും എലി ലിവറിൽ തട്ടുന്നു, അതിന്റെ ഫലമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ കിട്ടുന്ന പ്രബലനം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്ന ആ ഒരു പ്രബലനം നമ്മുടെ RS ബന്ധത്തിനെ ശക്തിപ്പെടുത്തുന്നു അല്ലേ? ഒരു പക്ഷേ ലിവറിൽ കുറെ തട്ടിയിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ എലിക്ക് വീണ്ടും ലിവറിൽ തട്ടാൻ തുടങ്ങുമോ? ഇല്ല. എലി വീണ്ടും പ്രതികരിക്കില്ല. ഇതാണ് സ്കിന്നർ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?
ആപ്റ്റായിട്ടുള്ള സമയത്ത് നമ്മൾ പ്രബലനം കൊടുക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? നമുക്ക് RS ബന്ധത്തിനെ ദൃഢപ്പെടുത്താൻ കഴിയും. അതായത് റെസ്പോൺസ് ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായിട്ട് ചോദകം ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേ? എലിക്ക് ഭക്ഷണം കിട്ടുന്നതിലൂടെ ആ ലിവറിൽ തട്ടുക എന്നുള്ള ശീലം എന്ത് ചെയ്തു? ദൃഢമായല്ലേ? അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു RS ബന്ധം എന്തായി? ദൃഢമായി. സ്കിന്നർ തൻ്റെ പഠനത്തിലൂടെ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്താണ്? ഒരു ശീലം നമുക്ക് പ്രബലനപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ദൃഢപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഉടനടി സമ്മാനം നൽകിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഉടനടി സമ്മാനം നൽകി നമുക്ക് ഒരാളുടെ നല്ല ശീലം വാർത്തെടുക്കാം അല്ലെങ്കിൽ വളർത്തിയെടുക്കാം, ബെറ്റർ ആക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ശീലം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, മോശപ്പെട്ട ഒരു ശീലം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ ഉടനടി ശിക്ഷ കൊടുത്താൽ മതിയെന്നും സ്കിന്നർ പറയുന്നു. സ്കിന്നറുടെ പരീക്ഷണങ്ങളിൽ കൂടി അദ്ദേഹം പഠനത്തിൽ സമ്മാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേ സെയിം ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം എവിടെയും നടത്തിയത്? പ്രാവിൽ നടത്തിയത്. കണ്ടോ, പ്രാവിനെ ഇതുപോലെ ഒരു കൂട്ടിലാക്കി, എന്നിട്ട് ആ ചുമരുകളിലെ ബട്ടണിൽ ഘടിപ്പിച്ച ഒരു കണ്ണാടി കൂട്ടിനകത്ത് സ്കിന്നർ പ്രാവുകളെ അടച്ചിട്ടു. ഓക്കെ, ഇതേപോലെ ഒരു പരീക്ഷണമാണ് സ്കിന്നർ പ്രാവുകളിൽ നടത്തിയത്. എന്താ ചെയ്തേ? ചുമരുകളിൽ ബട്ടണുകൾ ഘടിപ്പിച്ചിട്ട് അതിൻ്റെ കണ്ണാടിക്കൂട്ടിനകത്ത് സ്കിന്നർ പ്രാവുകളെ അടച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ണാടിക്കൂടിൻ്റെ ചുമരുകളിൽ പലതവണ അലക്ഷ്യമായിട്ട് നമ്മുടെ പ്രാവ് കൊത്തുകയും യാദൃശികമായി ബട്ടണിൽ കൊത്തുകയും ചെയ്തു. ബട്ടണിൽ കൊത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രാവിന് അരിമണി കിട്ടുന്നു. അപ്പോൾ അരിമണി കിട്ടിയപ്പോൾ പ്രാവിന് മനസ്സിലായി ബട്ടണിൽ കൊത്തുമ്പോൾ എന്ത് ചെയ്യും? അരിമണി കിട്ടും. സോ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ബട്ടണിൽ കൊത്തുകാനുള്ള ഒരു പ്രവണത, അതായത് വീണ്ടും വീണ്ടും ആ ശീലം കുറച്ചും കൂടി ദൃഢമാവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഉടനടി നമുക്ക് അരിമണി കിട്ടിയില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു പ്രബലനം നൽകി നമ്മൾ ആ ഒരു ശീലത്തെ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? കൂട്ടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ പ്രാവിന് കൊടുക്കുകയും പ്രാവ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, റെസ്പോൺസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അരിമണി കിട്ടുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. സ്കിന്നർ എന്താ പറഞ്ഞേ? നോക്കൂ, സ്കിന്നറിന്റെ സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ആരാണ്? പ്രബലനമാണ്. ശരിയല്ലേ? നമ്മൾ ഒരു ജീവി ഒരു റെസ്പോൺസ് ഉണ്ടാക്കി, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? സന്തോഷപ്രദമായിട്ടുള്ള ഒരു പ്രബലനം. പ്രാവിനെ സംബന്ധിച്ചിടത്തോളം അത് അരിമണിയാണ്, ഭക്ഷണമാണ്. എലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബലനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കുറച്ചുകൂടി RS ബന്ധം ശക്തിപ്പെടുന്നു എന്നാണ് സ്കിന്നർ പറഞ്ഞത്. അതുപോലെ അദ്ദേഹം എന്ത് പറഞ്ഞു? അഭിലഷണീയമായ ഒരു പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ നൽകപ്പെടുന്ന ചോദകത്തെ പ്രബലന ചോദകമെന്നും ആ പ്രക്രിയയെ പ്രബലനമെന്നും പറയുന്നു. അതായത് ഇവിടെ വരുമ്പോൾ നമ്മുടെ പ്രാവ് എന്ത് ചെയ്തു? കൊത്തിയല്ലേ? ബട്ടണിൽ കൊത്തി, അല്ല അവിടെ ഇവിടെയൊക്കെ കൊത്തി, ആ കൂട്ടിനകത്തുള്ള എല്ലാ പ്ലേസിലും കൊത്തി യാദൃശ്ചികമായി ബട്ടണിൽ കൊത്തുന്നു. അതെന്താണ്? ഒരു അഭിലഷണീയമായ പ്രതികരണമാണ് അല്ലേ? അവിടെ ആയിരുന്നു കൊത്തേണ്ടത്. സോ അവിടെ കൊത്തുന്നു, അഭിലഷണീയമായ ഒരു പ്രതികരണം ഉണ്ടായി, അപ്പോൾ തന്നെ അരിമണി കിട്ടിയല്ലേ? ഉടൻ തന്നെ നൽകപ്പെട്ട് അരിമണിയെ നമുക്ക് ചോദകം എന്ന് പറയാം. അപ്പൊ ആ ചോദകത്തിന്റെ പേരാണ് പ്രബല ചോദകം. അതായത് നമ്മളൊരു മോട്ടിവേഷനായിട്ട് കൊടുത്ത അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ഒന്നും കൂടി എൻകറേജ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു പ്രബലനമാണ് ആ ചോദകം എന്ന് പറയുന്ന, അരിമണി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ചോദകത്തെ പ്രബല ചോദകം എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിനെ, അതായത് ഒരു പ്രതികരണം നടത്തി അപ്പോൾ തന്നെ കൊടുക്കുന്ന ചോദകം കൊടുത്തു അല്ലെങ്കിൽ അരിമണി കൊടുത്തു, ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് പ്രബലനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രതികരണത്തിന്റെ ആവർത്തനത്തിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പ്രബലനം. ശരിയല്ലേ? അരിമണി കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും പ്രാവിന് എന്ത് ചെയ്യാൻ തോന്നും? പ്രാവിന്റെ പ്രതികരണം കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ എലിക്ക് എന്ത് തോന്നും? വീണ്ടും വീണ്ടും ലിവറിൽ ടച്ച് ചെയ്യാൻ വേണ്ടി തോന്നും. വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പ്രതികരണത്തിന്റെ ആവർത്തനത്തിനുള്ള സാധ്യത നമ്മൾ കൂട്ടുകയാണ്, അല്ലെങ്കിൽ RS ബന്ധം നമ്മൾ ദൃഢപ്പെടുത്തുകയാണെന്ന് ആര് പറയുന്നു? നമ്മുടെ സ്കിന്നർ പറയുന്നു. ഒരു പ്രതികരണത്തിന്റെ ആവർത്തനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പ്രബലനം. ശരിയല്ലേ? വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. ശരിയായ പ്രബലനം കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രതികരണം നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കേന്ദ്രബിന്ദു പ്രബലനമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പ്രബലനത്തെ ബലപ്പെടുത്തുകയാണ് ഓരോ ചോദകവും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചോദകം എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന പ്രബലനത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്കിന്നർ അതിൻ്റെ കേന്ദ്രബിന്ദു പ്രബലനമാണ്. സോ അദ്ദേഹം പ്രബലനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനെ രണ്ടായി തിരിക്കുകയും ചെയ്തു. ഓക്കെ, സ്കിന്നർ എന്ത് ചെയ്തു? പ്രബലനത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് ധനപ്രബലനമെന്നും രണ്ടാമത്തത് ഋണപ്രബലനമെന്നും. ഓക്കെ, അപ്പോൾ രണ്ട് പ്രബലനമുണ്ട്. ഒന്ന് ധനപ്രബലനമുണ്ട്, മറ്റേത് ഋണപ്രബലനമുണ്ട്. ധനപ്രബലനം മീൻസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്.
പേര് പോലെ തന്നെയാണ്. ധനം മീൻസ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൃപ്തികരമായ ഒരു ചോദകം നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധനപ്രബലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഒരു വ്യവഹാരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി, വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രതികരണത്തെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ചോദകമല്ലേ? ആ ഒരു പ്രക്രിയയല്ലേ നമ്മൾ പ്രബലനം എന്ന് പറയുന്നത്. യെസ്, ആ ചോദകത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഓക്കെ, ആ ചോദകത്തിന് നമ്മൾ എന്ത് പറയും? പ്രബല ചോദകം എന്ന് പറയില്ലേ? യെസ്, അപ്പോൾ ഒരു വ്യവഹാരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി തൃപ്തികരമായ ഒരു ചോദകം നൽകുന്നതിനെയാണ് നമ്മൾ ധനപ്രബലനം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ, എന്താണ്? ക്ലാസ്സിൽ പ്രശംസകളും അംഗീകാരവും പഠനത്തിന് നൽകുന്ന ധനപ്രബലനമാണ് അല്ലേ? ഒരു കുട്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ പ്രശംസിക്കുകയോ ക്ലാപ്പ് കൊടുക്കുകയോ അംഗീകാരം നൽകുകയോ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും നല്ല ഉത്തരങ്ങൾ വിളിച്ച് പറയാനും നന്നായി പഠിക്കാനുമുള്ള ഒരു പ്രവണത തോന്നും അല്ലേ? അതിനെയാണ് നമ്മൾ ധനപ്രബലനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? മികച്ച ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. ശരിയല്ലേ? അപ്പം ആദ്യം അവരെന്താ ചെയ്തത്? പ്രവർത്തിക്കുകയല്ലേ ചെയ്തത്? ആദ്യം ഫാക്ടറിയിൽ അവർ പണിയെടുക്കുന്നു, ആദ്യം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ധനപ്രബലനമായ ക്യാഷ്, കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ തോന്നും? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് തോന്നും അല്ലേ? യെസ്, ഇതിനെയാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഋണപ്രബലനമാണ്. എന്താണ് രണ്ടാമത്തെ? സോറി, അത് 3 ഇട്ടേക്കുന്നത് മിസ്റ്റേക്ക് ആണ്. രണ്ടാമത്തെ പ്രബലനമാണ് ഋണപ്രബലനം, അല്ലെങ്കിൽ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് മീൻസ് അസുഖകരമായ ഒരു ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കാനുള്ളത്, നമ്മൾ നല്ലൊരു ചോദകം കൊടുത്ത് അല്ലെങ്കിൽ സന്തുഷ്ടമായ ഒരു ചോദകം കൊടുത്ത് നമ്മുടെ പ്രതികരണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് എന്തോന്ന്? ധനപ്രബലനം. അതുപോലെ തന്നെ അസുഖകരമായ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദകത്തിനെ നീക്കം ചെയ്ത് വീണ്ടും പ്രതികരണ സാധ്യതയാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ RS ബന്ധമാണ്. റെസ്പോൺസ് സ്റ്റിമുലസ് ആണ്, അല്ലെങ്കിൽ പ്രതികരണവും ചോദകവുമാണുള്ളത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ചോദകം നമ്മൾ കൊടുത്ത് നമ്മുടെ പ്രതികരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മൾ ധനപ്രബലനം എന്നും, ഇനി ആവശ്യമില്ലാത്ത ചോദകത്തിന് നമ്മൾ നീക്കം ചെയ്തിട്ട് വീണ്ടും നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? പ്രതികരണത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അതിന് ഉദാഹരണം എന്താ? യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ശരിയല്ലേ? അതൊരു മോശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള ഒരു ചോദകമല്ലേ ഈ പാഠഭാഗം എഴുതിക്കൊണ്ട് വരിക എന്നുള്ളത്? ശരിയല്ലേ? അപ്പോൾ ആ പാഠഭാഗം എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്ന് നല്ല പഠിക്കുന്ന കുട്ടികളെ മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു പ്രതികരണ സാധ്യത വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഋണപ്രബലനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇദ്ദേഹത്തിന്റെ സ്കിന്നറുടെ പ്രക്രിയ അനുബന്ധ സിദ്ധാന്തത്തിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പ്രബലനമാണ്, അല്ലെങ്കിൽ റീൻഫോഴ്സ്മെന്റ് ആണ്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? പ്രബലനത്തിന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തെന്നൊക്കെയാണ്? പോസിറ്റീവ് അല്ലെങ്കിൽ ധനപ്രബലനം എന്നും ഋണപ്രബലനം എന്നും പറഞ്ഞ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കി, നമ്മൾ സ്കിന്നറിന്റെ 2 പരീക്ഷണങ്ങൾ നോക്കി. ഓക്കെ, അപ്പൊ എന്താ? സ്കിന്നർ പ്രാവുകളിൽ നടത്തിയ പരീക്ഷണമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ സമ്മാനത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. അതായത് പ്രബലനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്കിന്നറാണ്. ഒരു ശീലം പ്രബലനപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ശക്തമാകണമെങ്കിൽ ഉടനടി സമ്മാനം നൽകണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ശീലം ഇല്ലായ്മ ചെയ്യാൻ തക്ക സമയത്ത് ശിക്ഷ കൊടുത്താലും മതി എന്ന് ഇദ്ദേഹം പറയുന്നു. പക്ഷെങ്കിൽ ശിക്ഷയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇദ്ദേഹം സമ്മാനത്തിനാണ് നൽകിയത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ആശയം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പരീക്ഷണം, അതിന്റെ പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ക്രമം എന്ന് പറയുന്നത് ആദ്യം പ്രതികരണമാണ് അല്ലേ? ആദ്യം ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ജീവിയിൽ പ്രതികരണം ഉണ്ടാകുന്നു, അതിനുശേഷമാണ് ചോദകം അല്ലേ? ഇപ്പം നമ്മുടെ എലിയാണെങ്കിലും ആദ്യം പ്രതികരണം ഉണ്ടായി, പിന്നെ ചോദകം കിട്ടി, അതെന്താവും? അതൊരു പ്രബലനമാണ് അല്ലേ? അങ്ങനെ അതൊരു പ്രബലനം അല്ലേ? ഒരു മോട്ടിവേഷൻ അല്ലേ? ഒരു റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? യെസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പഠനക്രമം എങ്ങനെയാണ് പറയുന്നത്? ആദ്യം റെസ്പോൺസ്, R ആണ്, അല്ലെങ്കിൽ പ്രതികരണം, പിന്നെ ചോദകം, സ്റ്റിമുലസ്, അരിമണി കിട്ടി,
അപ്പൊ എന്തായി? പ്രബലനമായി, റീഇൻഫോഴ്സ്മെന്റ്. സോ RSR എന്ന് പറയുന്ന ഒരു പഠനക്രമമാണ് ആർക്കുള്ളത്? നമ്മുടെ സ്കിന്നറിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ R ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. റെസ്പോൺസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷെ പാവുലോ അങ്ങനെയല്ല, പാവുലോ SR ആണ്. ആദ്യം സ്റ്റിമുലൻസ് കൊടുത്തു, പിന്നെ ആ റെസ്പോൺസ് ഉണ്ടായത്. അതായത് ആദ്യം ഒരു സ്റ്റിമുലൻസ് കാണിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രതികരണത്തിന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ സ്കിന്നർ എന്താ പറയുന്നത്? എല്ലാ വ്യക്തികൾക്കും പ്രതികരണമുണ്ട്. ആ പ്രതികരണം കൊടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ ചോദകം കൊടുക്കുകയാണെങ്കിൽ അത് പ്രബലനം വഴി കൂടുതൽ ശക്തമാകുമെന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പറയുന്നു ആര്? നമ്മുടെ സ്കിന്നർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ സ്കിന്നറിനെ കുറിച്ച് പറയാൻ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് സ്കിന്നറിൻ്റെത്. സ്കിന്നർ പ്രാവിലും എന്തിലുമാണ്? നമ്മുടെ എലിയിലുമാണ് പരീക്ഷണം നടത്തിയത്. അപ്പൊ ഇദ്ദേഹം മെയിനായിട്ട് പറയുന്നത് റെസ്പോൺസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. റെസ്പോൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റിമുലൻസ് കൊടുക്കുക. അതൊരു പ്രബലനമാവുകയും അങ്ങനെ എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു? ആ RS ബന്ധം ശക്തിപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലും ക്ലാസ് റൂമിലൊക്കെ നടക്കുന്നത് RS ബന്ധമാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്കിന്നർ പറയുന്നത്. ഓക്കെ, ഇതിന്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്തെന്ന് നമുക്ക് നോക്കാം. എന്താണ്? നന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ ഉടനെ അപ്പോൾ തന്നെ നമ്മൾ പ്രശംസിപ്പിക്കണം, അല്ലേ? അത് നമുക്കൊരു നല്ല വാക്ക് പറഞ്ഞൂടെ? നമ്മൾ കാര്യം ചെയ്യാത്ത ഒരു കേസാണ്. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം അയാൾ പ്രവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്പോൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. നന്നായിരുന്നു എന്നൊന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, അല്ലേ? അതുപോലെ തന്നെ നല്ലൊരു പ്രബലനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അദ്ദേഹം വീണ്ടും വീണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എന്ത് ചെയ്യും? കൂടുമെന്ന് ഇദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ സമ്മാനങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ശിക്ഷ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? സമ്മാനങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പ്രബലനങ്ങൾ ഇടയ്ക്കിടെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ നല്ല നല്ല പ്രബലനങ്ങളൊക്കെ ചെയ്യണം. അതൊരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചെയ്യുന്ന നല്ല പ്രതികരണങ്ങൾ ഇമ്പ്രൂവ് ആവുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നല്ല പ്രബലനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂടെ, അല്ലേ? അപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ കൂടുതലായിട്ടും പ്രബലനങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തില്ലെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ സ്കിന്നർ പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നറുടെ ആശയങ്ങളാണ് ഈ ക്രമാനുബന്ധ പഠനം അഥവാ പ്രോഗ്രാംഡ് ലേണിംഗിന്റെ അടിസ്ഥാനം. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രമാനുബന്ധ പഠനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അത് നമ്മുടെ സ്കിന്നറുടെ ആശയങ്ങളാണ്. സമ്മാനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രതികരണത്തിന് ശേഷം ചോദകം വരുന്നതും RS ബന്ധത്തിന്റെ ആ ഒരു ശക്തിപ്പെടലിനെയും കുറിച്ചാണ് നമ്മുടെ ഈ പ്രോഗ്രാംഡ് ലേണിംഗിൽ വരുന്നത്. ഈ പ്രോഗ്രാംഡ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നറുടെ ആശയങ്ങളാണ്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്കിന്നറിനെ കുറിച്ച് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താ അതുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് പ്രീവിയസ് ഇയർ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായല്ലോ, അല്ലേ? വേറെ കാര്യമായിട്ടൊന്നുമില്ല. സ്കിന്നർ എവിടെയാണ്? ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എലിയിലും പ്രാവിലുമാണ് പരീക്ഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ പേരുകൾ പഠിക്കണം കേട്ടോ. R ടൈപ്പ് കണ്ടീഷനിങ് ആണ്. ഓക്കെ, ഇനി എന്താണ് രണ്ട് ക്വസ്റ്റ്യൻ? PYQ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ നോക്കൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കിന്നറുടെ പ്രവർത്തനത്തിന്റെ പേര് അല്ലെങ്കിൽ പരീക്ഷണത്തിന്റെ പേര് പ്രക്രിയ അനുബന്ധനമാണ് അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയും, അല്ലേ? എങ്ങനെയാണ് ഈ പേര് വന്നേ? ശരിക്കും സ്കിന്നർ ഇവിടെ എന്താ പറയുന്നേ? ഒരു അനുകൂലമായ പ്രതികരണം കിട്ടുന്ന വ്യവഹാരങ്ങൾ ആവർത്തിക്കാനും പ്രതികൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഒഴിവാക്കാനും നമ്മൾ പഠിക്കുകയല്ലേ ഇവിടെ? ശരിയല്ലേ? നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം, ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ എലി ലിവറിൽ തൊടണം, അതാണ് അനുകൂലമായ ഒരു പ്രതികരണം. അത് കൂടുതൽ ദൃഢമാകാനും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനും പ്രതികൂലമായ പ്രതികരണം, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് റിമൂവ് ആക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആവശ്യമായിട്ടുള്ള പ്രബലനം കൊടുക്കുന്നത് വഴി നടക്കും, അല്ലേ? ആ വഴി നടക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പ്രക്രിയ അനുബന്ധനം എന്ന പ്രവർത്തനത്തിലൂടെ. പ്രക്രിയ അനുബന്ധനം, പ്രക്രിയ ചെയ്യുന്നു, അവിടെ അനുബന്ധനം സംഭവിക്കുന്നു, അങ്ങനെ ആവശ്യമായിട്ടുള്ള RS ബന്ധം ശക്തിപ്പെടുന്നു എന്ന് ആര് പറയുന്നു? നമ്മുടെ സ്കിന്നർ പറയുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അനുകൂലമായ പ്രതികരണം വീണ്ടും ദൃഢമാകുന്നു, മോശമായിട്ടുള്ള പ്രതികരണം ഇല്ലാതാക്കാനും നമുക്ക് തക്ക സമയത്ത് സമ്മാനം നൽകിയും ശിക്ഷ നൽകിയും ഡെവലപ്പ് ആക്കാൻ കഴിയുമെന്ന് സ്കിന്നർ പറയുന്നു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം, ഒരു ചോദകം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു എന്താ? വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു പ്രവണത കൂടുവാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും?
നമ്മൾ ധനപ്രബലനം എന്ന് പറയും. ശരിയല്ലേ? അതെന്താണ്? ധനപ്രബലനമാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലേ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആൾ ചെയ്തിരിക്കുന്ന പ്രതികരണത്തിന്റെ ശക്തി കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രബലനം എന്താണോ അതിനെയാണ്, അല്ലെങ്കിൽ ചോദകം എന്താണോ, ഒരു ചോദകത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ധനപ്രബലനം എന്ന് പറയുന്നത്. ശരിയല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പരിക്രമീകൃത ബോധനം അഥവാ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. കേട്ടോ, ക്രമീകൃതം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്രമാനുബന്ധന പഠനം എന്ന് പറഞ്ഞു, അതിൻ്റെ മറ്റൊരു പേരാണ് പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ് അല്ലേ, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്കിന്നറിന്റെ ആണ് കേട്ടോ ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോൾ ഓപ്പറന്റ് എന്നുള്ള വേർഡും നമുക്ക് ചോദിക്കാം എക്സാമിന്. പ്രക്രിയാനുബന്ധനം എന്ന് തന്നെ ചോദിക്കണം എന്നില്ല, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നും ചോദിക്കാം. അപ്പോൾ അത് അല്ലെങ്കിലും നിങ്ങൾക്ക് ബാക്കി വായിച്ചു നോക്കുമ്പോൾ അറിയാം. സംബന്ധപാദം എന്ന് പറയുമ്പോൾ തോണ്ടൈക്കിന്റെ ആണ്, അനുബന്ധനം വരുമ്പോൾ പാവ്ലോയാണ്, സൂചനാ പഠനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഓപ്പറന്റ് കണ്ടീഷനിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിന്നറിന്റെ കേസ്. ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ് സ്കിന്നർ കൊണ്ടുവന്നത്. ക്ലാസ് റൂമുകളിലെല്ലാം അപ്ലൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രതികരണം കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ശക്തപ്പെടുത്തണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് കൊള്ളാം, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉടനടി സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ പ്രബലനം കൊടുക്കുക, അല്ലെങ്കിൽ അനുയോജ്യമായ ചോദകം നൽകുക എന്ന് ആര് പറയുന്നു? സ്കിന്നർ പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് നോക്കിക്കോളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നാൽ ബൈ.